അപ്പൊ അച്ഛൻ ചന്തപ്പറക്ക് പോയിട്ട് വരുമ്പോ അയില മേടിച്ചിനെ. അപ്പൊ നമുക്കത് കറി വെക്കാം. അയിലയാ ഇതാ. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ മുറിച്ചരാം. അമ്മ എന്റെ ഇടയ്ക്ക് ഒരു വടിയിൽ നിന്നിട്ട് അമ്മ എന്താ പറഞ്ഞു, നീ പൂച്ച വരുമ്പോ പായിക്കണം. ഞാനിവിടെ പൂച്ച വരുമ്പോ പൂച്ച വരുമ്പോ ഇതാ പൂച്ചനെ പായിക്കാൻ അമ്മ ഒരു വടി തന്നിന്. അല്ല കുട്ടൂസേ, ഇതാ നമ്മ പൂച്ച വരുമ്പോ പൂച്ചനെ പായിക്കും. ഇല്ലെങ്കിൽ അമ്മേനെ മീൻ മുറിക്കാൻ പൂച്ച വിടൂല. അല്ല അച്ഛാ, അച്ഛനെ പൂച്ചനെ വളർത്തുന്നു. നീ നല്ല പൂക്കളെ പാട്ടുകൂട്ടാൻ നല്ല ഇടവും. അപ്പൊ അയില മീൻ മുറിച്ച് കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ ഇത് വൃത്തി കഴുകിയെടുക്കാം. അച്ഛനെ കറി വെച്ചിട്ടല്ലേ വേണ്ട അച്ഛാ? മതിയാ കറി വെച്ചിട്ട്? കൂടെതാ കളിക്കുന്നു കേട്ടാ. കുട്ടൂസ് ഇന്നലെ കുഴപ്പാക്കിയിട്ട് വന്നതാണ്. ഇന്നലെ വരാ പറഞ്ഞു. എന്റെ ഇന്ന് രാവിലെ ഇവിടെ എത്തി രണ്ടാളും കൂടെ. വഴികൊണ്ട് കളിക്കാൻ. അപ്പൊ ഇത് നമ്മ അയില വൃത്തി കഴുകി ഉപ്പിട്ടിട്ട് വെച്ചിനെ. ഇനിയിപ്പൊ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതെല്ലാം ഇവിടെ ഉണ്ടമ്മ? മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്നാ ഇതിലേക്ക് ചൂടാക്കുമ്പോ മഞ്ഞപ്പൊടി ഉണ്ടാവും. ഈ മഞ്ഞപ്പൊടിയെല്ലാം ഇടട്ടെ? ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മതിയാ? നമുക്ക് മല്ലിപ്പൊടി, നല്ല കളറുണ്ടല്ലേ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി, കാശ്മീർ ചില്ലിയും സാദാ മുളകും കൂടി ഇല്ലാണ് മിക്സ്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കാം. അത്രയുണ്ട് വെളിച്ചെണ്ണ അത്ര മതി അമ്മ. നല്ലോണം ചൂടാക്കിയിട്ടേ ഇത് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ടേ. ഇത് നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. മീൻകറി ആക്കുന്ന ഇനി എന്നാ വേണ്ട വെച്ചാലേ ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിനെ, പച്ചമുളകും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു കറിവേപ്പില അല്ലേ, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് വെക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് സമയം പാടായല്ല മീസേ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തൊക്കെ. ചട്ടിയിൽ വെച്ച മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പട്ടിക്കുട്ടിയടാ കുറേ കുഞ്ഞ് നായിണ്ട് അവിടെ. 6ഒന്നുമില്ല, 4. ഇനി അടുപ്പത്തേക്കൊക്കെ കണ്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് തേങ്ങ ചിരകി അരക്കാം. അപ്പം നമുക്ക് മീൻ കറിക്ക് വേണ്ടേ തേങ്ങ അരച്ചെടുക്കാം. ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിന്, അത്രയും ഇട്ടിട്ട് കറിയിലേക്ക് ഇട്ടിനല്ല. അപ്പം നമുക്ക് അരച്ചെടുക്കാം. ഒരാൾ ജീരകം ചേർക്കും കേട്ടോ. നമ്മൾ ചില ദിവസം ചേർക്കലുണ്ട്, ഇന്ന് നമ്മൾ ചേർക്കുന്നില്ല. അരച്ചെടുക്കാം. അപ്പം നമ്മളെ മീൻ കറി ഇതാ നല്ലോണം പതച്ചിട്ടുണ്ടേ. പുളിവെള്ളം, തേങ്ങ അരച്ചതിലേക്ക് പുളി പിഴിഞ്ഞതല്ലേ അമ്മേ? പുളി പിഴിഞ്ഞ വെള്ളം ഇതിൻ്റെ ഒപ്പം മിക്സ് ആക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടാണ് ഇങ്ങോട്ട്. ഇന്നലെ നല്ല മഴയാണല്ലേ? നല്ല മഴയാണ്. നമ്മ തളിപ്പറമ്പ് വരുമ്പം 7:30 ആയിന്. മഴയായിട്ട് അടിയുടെ കയറി നിന്നിട്ട്. ആവശ്യത്തിന് പുളിയെല്ലാം പിഴിഞ്ഞ് വയ്ക്കുക. ഉപ്പുണ്ടോക്കമ്മ? ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം പതക്കട്ടല്ലേ? അപ്പോൾ നമ്മളെ കറി നല്ലോണം പതച്ചിട്ടുണ്ടേ. നമുക്ക് വാങ്ങി വെക്കാം. കറിവേപ്പില ടേസ്റ്റല്ലേ? നമുക്കിന്നെ നിറച്ചും കറിവേപ്പില ഉണ്ട് ഇവിടെ.
വേണ്ട തേക്കുന്നുണ്ട് നല്ലോണം. നമുക്ക് കറി വാങ്ങി വെക്കേ. ഇനി അതിലേക്ക് ഉള്ളി കാച്ചിപ്പോരണം അല്ലേ? ചീനച്ചട്ടിയില്ലമ്മേ? അതിൽ വെളിച്ചെണ്ണയുണ്ട്. അത് ആമീസ് ഒഴിച്ച് വെച്ച് തന്നിട്ടാ. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആമയ. കുരുത്തക്കടല്ലേ? വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ അതിൽ ഉള്ളി ഇടാം. നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വരുമ്പം നമുക്ക് മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? ചോറുണ്ടുവാ അവന്. പിന്നെ മീൻകറി ഒന്നും വേണ്ട, മുട്ട വറവും ചോറും വന്നു. ഇത് മുട്ട വറവലാക്കി കൊടുത്തിട്ട് ചോറുണ്ട്. കൈ വൃത്തി കഴുകണേ. ഉള്ളി നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മീൻകറിയിലേക്ക് ഉള്ളി കാച്ചിപ്പോയിരുന്ന മണം. നല്ല മണം. അടിപൊളി മീൻകറി. അപ്പം മീൻകറി എല്ലാം റെഡി ആയിട്ടാ. ഇനി ഒന്ന് അടച്ച് വെക്കാം. ഇത് ചോറിനപ്പരം കൂട്ടാം അല്ലേ? ആമേ ചോറിനപ്പുറം കൂട്ടാം. അല്ലേ?